കേരളത്തിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ നിയമസംഹിതകൾ സംബന്ധിച്ച് കുറ്റം ചെയ്തിട്ടുള്ള ഒരാളും ഞാനത് ചെയ്തു എന്ന് പറയുന്ന ഒരു മാനസിക തലം നമുക്ക് സമൂഹത്തിൽ ഒരിടത്തും കാണാൻ പറ്റില്ല. അപ്പോൾ കുറ്റവാളികൾ ആദ്യം നിഷേധിക്കും, ശാസ്ത്രീയമായ തെളിവുകളോടെ അവർ സമീപിക്കുമ്പോൾ അവരത് സമ്മതിക്കും. പക്ഷെ ബോർഡും ഉദ്യോഗസ്ഥന്മാരും അറിയാതെ ഒരിക്കലും ഇത് നടക്കില്ല. അവർ ഇതിൻ്റെ ഗഹനത അല്ലെങ്കിൽ വിഷയത്തിൻ്റെ ഗൗരവം അറിയാത്തതാവാം, ചിലർ അറിഞ്ഞുകൊണ്ട് മൗനം പാലിച്ചതാവാം. എന്തായാലും ആ ബന്ധങ്ങളെല്ലാം തന്നെ ഇപ്പം നമുക്ക് അന്വേഷണത്തിൽ പുറത്തു വരാൻ പോവുകയാണ്. പക്ഷെ ഇവിടെ സംഭവിച്ചത് ദേവസ്വം ഉദ്യോഗസ്ഥന്മാരും ബോർഡ് തലത്തിലുള്ള മുഴുവൻ ആളുകളുടെയും അറിവ് അല്ലെങ്കിൽ അവരുടെ ഒരുപക്ഷെ ഇതിനകത്ത് ആത്യന്തികമായി വലിയ കൊള്ളയുടെ ഒരു വഴിയാണെന്ന് അറിയാത്ത ചില ആളുകളും ഇതിനകത്ത് അന്തർഭവിച്ചു പോയിട്ടുണ്ടാവാം. ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണം സ്ഥിരീകരിച്ചതോടെ പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തുകയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ദൗത്യം. ദേവസ്വം ബോർഡ് അധികൃതരിൽ ആർക്കൊക്കെ മോഷണത്തിൽ പങ്കുണ്ട് എന്നതാണ് കണ്ടെത്തേണ്ടത്. 6 ആഴ്ച മാത്രമാണ് സംഘത്തിന്റെ മുന്നിലുള്ളത്. ദേവസ്വം ബോർഡിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരിലും ചില സ്പോൺസർമാരിലും മാത്രം ഒതുങ്ങുന്നതല്ല തട്ടിപ്പ് എന്നാണ് പ്രാഥമിക നിഗമനം. പാളികൾ മുറിച്ച് സമ്പന്നരായ ഭക്തർക്ക് വിറ്റതാണ് എന്ന ആരോപണവും ശക്തമാണ്. അങ്ങനെയെങ്കിൽ അത് ആർക്കൊക്കെയാണ് ലഭിച്ചത് എന്നും കണ്ടെത്തണം. പാളി വാങ്ങിയ പ്രമുഖരെ രക്ഷിക്കാൻ ഉണ്ടാക്കിയതാണ് സ്വർണം ഒരുക്കിയ കഥ എന്നും ആരോപണമുണ്ട്. അതിനിടെ സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡും സംശയ നിഴലിലാണ്. ദേവസ്വം ബോർഡിനെതിരെ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. പ്രഥമ ദൃഷ്ട്യാ ദേവസ്വം ബോർഡ് അധികൃതർക്ക് ഗുരുതര വീഴ്ചയെന്നും പൊരുത്തക്കേട് അതീവ ഗൗരവതരമെന്നും കോടതി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുകൾ പലയിടത്തും അപൂർണവുമാണ്. ഈ ഒരു വിഷയം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് CR രാധാകൃഷ്ണൻ സാറാണ്. ദേവസ്വം ബോർഡിലെ ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണറായിരുന്നു, ഇപ്പോൾ റിട്ടയർഡാണ്. സാർ, ഈ ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിൽ നിന്ന് എന്തൊക്കെ മാറ്റിയിട്ടുണ്ട് എന്ന് ദൈവത്തിന് മാത്രമേ അറിയാവൂ എന്ന സ്ഥിതിയിലെത്തിയൂ കാര്യങ്ങൾ. ശബരിമല സംഭവിച്ചത് ഒരു ആശാവഹമായ കാര്യമല്ല. ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ മനോദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ ചില ചട്ടലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദീർഘകാലം കഴിഞ്ഞ് അതെന്തായാലും ഇപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കോടതി അതിൽ ഇടപെട്ടിട്ടുണ്ട്. അതിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. അന്വേഷണം ശരിയായ ദിശയിലാണ് നീങ്ങുന്നത്. അപ്പം അതുകൊണ്ട് ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആശങ്കയ്ക്കിടയില്ല. സമാധാനപൂർവമായി കാര്യങ്ങൾ നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ അവിടെ നടന്നത് ഒരിക്കലും സംഭവിച്ചുകൂടാത്ത കാര്യങ്ങൾ തന്നെയാണ്. സാർ, നേരത്തെ ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ ആയിരുന്നയാളാണ്. സന്നിധാനത്തെ പല കാര്യങ്ങളും നേരിട്ടറിയാവുന്നതാണല്ലോ. എങ്ങനെ ഈ ആളുകൾക്ക് അയ്യന്റെ മുതൽ കക്കാൻ മാത്രം ധൈര്യം കിട്ടി? ഇത് 2019 മുതൽ മാത്രം സംഭവിച്ചതാണോ, അതോ അതിനു മുൻപും ഇത്തരം തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ അവിടെ? ഇപ്പൊ 2019 മുമ്പ് ഇങ്ങനെയുള്ള വലിയ ഗുരുതരമായ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ചെറിയ ഒന്നാമത് ശബരിമല എന്ന് പറഞ്ഞ ഒരു അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമാണ്. അവിടെ കണക്കിന് അയ്യപ്പ ഭക്തന്മാർ ഭാരതത്തിൽ നിന്നും ഭാരതത്തിൻ്റെ പുറത്തു നിന്നൊക്കെ എത്തുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു ധാരാളം വരുമാനവും അതിൻ്റേതായ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പം അത്തരം പ്രശ്നങ്ങൾ സ്വാഭാവികമായി ഉണ്ടാവാറുണ്ട്. അപ്പം ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അത് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ഈ ദ്വാരപാല വിഗ്രഹങ്ങളിലെ കേടുപാടുകൾ തീർക്കുക എന്നുള്ള ആ പേരിൽ അത് ചട്ടങ്ങൾ നിലവിലുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ തിരുവാഭരണങ്ങളുടെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ചട്ടങ്ങൾ ലംഘിച്ച് അതെടുത്തുകൊണ്ട് പോവുകയും അത് പിന്നീട് ഇത്രയും വലിയ വിവാദത്തിലെത്തുകയും ചെയ്തു. അതിൽ ഈ ബോർഡിൻ്റെ തലപ്പം മുതൽ ബോർഡ് തലം മുതൽ ജീവനക്കാരുടെ തലം വരെ നല്ല വീഴ്ച ഉണ്ടായിട്ടുണ്ട്, ശ്രദ്ധക്കുറവുണ്ടായിട്ടുണ്ട്. അതിന് അച്ചടക്ക നടപടി അനിവാര്യമാണ്. അത് അന്വേഷണം നടക്കും, അന്വേഷണത്തിൽ ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നത് ഒരു സ്പോൺസർ മാത്രമാണ്. ഇത്തരത്തിലുള്ള ഒരു സ്പോൺസർക്ക് അയ്യന്റെ സന്നിധിയിൽ ഇത്രമാത്രം പിടിപാട് കിട്ടിയത് എങ്ങനെയാണ്?
അത് ശബരിമല ഇപ്പം 1950 മുതൽ ഈ ദേവസ്വം ബോർഡിൽ ഇങ്ങനെ ക്ഷേത്രഭരണം ദേവസ്വം ബോർഡ് ഒരു പ്രത്യേക സംവിധാനമാണ്. പ്രത്യേകിച്ച് ശബരിമല കുറച്ച് അധികമായി ഈ ഭക്തജനങ്ങളെ ആകർഷിക്കുന്ന കേന്ദ്രവുമാണ്. അപ്പം നല്ല തിരക്കുണ്ടാവും. അതുപോലെ തന്നെ ഈ ഭക്തജനങ്ങൾക്ക് ഒരുപാട് നിയന്ത്രണങ്ങളുള്ള, ആചാരപരമായ നിയന്ത്രണങ്ങളുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇതുപോലുള്ള ഇടനിലക്കാർ സ്വാഭാവികമാണ്. അത് ശബരിമല ഉള്ള കാലത്തെല്ലാം ഇതുപോലുള്ള ഇപ്പം മേൽശാന്തിയോ തന്ത്രിയോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഓഫീസോ അങ്ങനെയുള്ള ഓഫീസുകളുമായിട്ടൊക്കെ ഒത്തു പ്രവർത്തിക്കുന്ന ചില ഏജൻസികൾ അല്ലെങ്കിൽ ചില പ്രത്യേക ആളുകൾ, പ്രത്യേക പരിഗണന കിട്ടുന്ന ആളുകൾ കാലാകാലങ്ങളിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. അവരെയൊക്കെ ചില കാലങ്ങളിൽ വിവാദത്തിൻ്റെ പേരിൽ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ഒരാളൊന്നും ആയിരിക്കില്ല, ധാരാളം ഏജൻസികൾ പല മേഖല, കാരണം ദശലക്ഷക്കണക്കിന് ഭക്തന്മാർ പങ്കെടുക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അപ്പോൾ അവിടെ ഇതെല്ലാം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതൊരു സ്വാഭാവികമായി കണ്ടാൽ മതി. എല്ലാം തിരുപ്പതിയിലായാലും മറ്റ് പ്രധാനപ്പെട്ട ആൾ കൂടുന്ന ദേവാലയങ്ങളിലൊക്കെ തന്നെ ഇതുപോലെ ചില ആളുകൾ ചില ക്ഷേത്ര പരിസരത്തും സങ്കേതത്തിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, അനധികൃതമായി പ്രവർത്തിക്കുന്നുണ്ടാവും. അപ്പം അതെല്ലാ സ്ഥലത്തുമുള്ള ഇവിടെയും അത് സംഭവിച്ചു എന്നേ പറയാവൂ. ദേവസ്വം ബോർഡിന് കീഴിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രത്തിന്റെ ദ്വാരപാലക ശില്പങ്ങൾ അടിച്ചുമാറ്റിയിട്ട് മന്ത്രി അറിഞ്ഞില്ല, ദേവസ്വം ബോർഡ് അറിഞ്ഞില്ല, ദേവസ്വം പ്രസിഡന്റ് അറിഞ്ഞില്ല, സെക്രട്ടറി അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റുന്നതാണോ? വിശ്വാസികളെ ചൂഷണം ചെയ്ത് കോടികളുടെ തീവെട്ടിക്കൊള്ള നടന്നിട്ടും ബോർഡോ മന്ത്രിയോ അറിയാതിരിക്കുമോ ഇത്രയും കാലം? അപ്പോൾ ഉദ്യോഗസ്ഥരും ഇതിനൊക്കെ കൂട്ടുനിന്നിട്ടുണ്ടാകുമോ? നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ നിയമസംഹിതകൾ സംബന്ധിച്ച് കുറ്റം ചെയ്തിട്ടുള്ള ഒരാളും ഞാനത് ചെയ്തു എന്ന് പറയുന്ന ഒരു മാനസിക തലം നമുക്ക് സമൂഹത്തിൽ ഒരിടത്തും കാണാൻ പറ്റില്ല. അപ്പോൾ കുറ്റവാളികൾ ആദ്യം നിഷേധിക്കും, ശാസ്ത്രീയമായ തെളിവുകളോടെ അവർ സമീപിക്കുമ്പോൾ അവരത് സമ്മതിക്കും. പക്ഷെ ഇവിടെ സംഭവിച്ചത് ദേവസ്വം ഉദ്യോഗസ്ഥന്മാരും ഈ ബോർഡ് തലത്തിലുള്ള മുഴുവൻ ആളുകളുടെയും അറിവ് അല്ലെങ്കിൽ അവരുടെ ഒരുപക്ഷെ ഇതിനകത്ത് ആത്യന്തികമായി വലിയ കൊള്ളയുടെ ഒരു വഴിയാണെന്ന് അറിയാത്ത ചില ആളുകളും ഇതിനകത്ത് അന്തർഭവിച്ചു പോയിട്ടുണ്ടാവാം. പക്ഷെ ബോർഡും ഉദ്യോഗസ്ഥന്മാരും അറിയാതെ ഒരിക്കലും ഇത് നടക്കില്ല. അവര് ഇതിൻ്റെ ഗഹനത അല്ലെങ്കിൽ വിഷയത്തിൻ്റെ ഗൗരവം അറിയാത്തതാവാം, ചിലർ അറിഞ്ഞുകൊണ്ട് മൗനം പാലിച്ചതാവാം. എന്തായാലും ആ ബന്ധങ്ങളെല്ലാം തന്നെ ഇപ്പം നമുക്ക് അന്വേഷണത്തിൽ പുറത്തു വരാൻ പോവുകയാണ്, പുറത്തു വരുമെന്ന് തന്നെ വിശ്വസിക്കാം. സർ, മറ്റൊരു കാര്യമുള്ളത്, ഈ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ ഇളക്കിയെടുത്ത് ആർക്കോ മറിച്ചു വിറ്റു എന്ന കണ്ടെത്തലാണ് വിജിലൻസിന്റെ റിപ്പോർട്ടിലുള്ളത്. അങ്ങനെ തന്നെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടോ, അതോ സ്വർണ്ണമുരുക്കി എടുത്തതാകാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ അദ്ദേഹം പറഞ്ഞത് അത് ഒന്നീ കൈമാറ്റം ചെയ്ത് കാണും, അല്ലെ ഉരുക്കി മാറ്റിക്കണ്ടാവും. ഈ രണ്ട് ചാൻസസ് ആണ്. അപ്പോൾ എയ്തർ ഓർ അത് ഈ വിശദമായ അന്വേഷണത്തിൽ കണ്ടെത്തും, അത് തന്നെ ചെയ്യും. ഈ സ്വർണ്ണപ്പാളി വിഷയത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്താനാണ് ഹൈക്കോടതി പ്രത്യേക സംഘത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിജിലൻസ് റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘവും ശരിവെക്കുകയാണ് എങ്കിൽ അന്വേഷണം ഉന്നത തലങ്ങളിലേക്ക് നീങ്ങില്ലേ? തീർച്ചയായും. ഇത് കാരണം നമ്മുടെ കേരളത്തിലെ പരമോന്നത നീതിപീഠമാണ് കേരള ഹൈക്കോടതി. കേരള ഹൈക്കോടതിയാണ് ഈ അന്വേഷണത്തിലെ പ്രധാനമായും നിരീക്ഷണത്തിലാണ് ഇപ്പം അന്വേഷണം നടക്കുന്നത്. അതും ഒരു ദേവസ്വം വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം അന്വേഷണം നടക്കുന്നത്. ആ പ്രാഥമിക അന്വേഷണത്തിന്റെ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആ വിഷയത്തിലേക്ക് കൂടുതൽ ആഴത്തിലും കൂടുതൽ ശാസ്ത്രീയമായി അന്വേഷണം നടക്കുമ്പോൾ ശരിക്കും അതിൻ്റെ അന്വേഷണത്തിന്റെ ഇതിൻ്റെ ഈ നടന്നിട്ടുള്ള സംഭവങ്ങളുടെ സൂക്ഷ്മ അംശത്തിലേക്ക് പോവുകയും ചിലപ്പം നമ്മൾ പറയുമ്പോൾ ആ ഉന്നതരായ ആളുകൾ ഇതിൻ്റെ അധികാരത്തിലെ മേലിരിക്കുന്നു താഴെ ഇരിക്കുന്നു ആരാന്ന് പറഞ്ഞാൽ അത് അധികാരത്തിൻ്റെ അവസ്ഥ കൂടാതെ തന്നെ യഥാർത്ഥ ആളുകളെ പറ്റിയുള്ള വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യും. കാരണം ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണത്തിലാണ് അന്വേഷണം നടക്കുന്നത്. സർ, ഈ ഒരു വിഷയത്തിൽ മുഴുവൻ ഉത്തരവാദിത്വവും ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തലയിൽ കെട്ടിവെച്ച് കൈകഴുകാനായിരിക്കും സർക്കാരും ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയുമൊക്കെ ശ്രമിക്കുക. അങ്ങനെയെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ലാതെ പിന്നിലുള്ള വമ്പൻ സ്രാവുകൾ കുടുങ്ങുമോ? ഈ കാര്യത്തിൽ അന്വേഷണം നടത്തുന്നത് സംസ്ഥാന ഗവൺമെന്റ് അല്ല. സംസ്ഥാന ഗവൺമെന്റ് പോലീസിന്റെ സർവീസ് നൽകി എന്നല്ലാതെ ഇത് ബഹുമാനപ്പെട്ട കോടതിയുടെ
വ്യക്തമായ നിരീക്ഷണത്തിലാണ്, അവലോകനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അതുകൊണ്ട് ഈ നമ്മൾ അത്തരം ഒരു ആശങ്ക ഇതിൽ അർത്ഥമില്ല. കാരണം ഇതിന്റെ റിപ്പോർട്ട് ഗവൺമെന്റിലല്ല കൊടുക്കുന്നത്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലല്ല കൊടുക്കുന്നത്, ഇത് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെയാണ് കൊടുക്കുന്നത്. അതിൻ്റെ സൂക്ഷ്മ അംശങ്ങൾ ബഹുമാനപ്പെട്ട കോടതി വിശകലനം ചെയ്ത് അതിൻ്റെ ഓരോരുത്തരുടെയും വീഴ്ചകളുടെ അടിസ്ഥാനത്തിലായിരിക്കും അതിൻ്റെ ശിക്ഷയും അനന്തര നടപടികളും ഉണ്ടാവുക. അതിനകത്ത് ഗവൺമെന്റിന് ഒരു പ്രത്യേക റോളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗവൺമെന്റിന് അതിനകത്ത് മറയ്ക്കാനോ ഉള്ള അവസരവും ഉണ്ടാവില്ല. നമ്മളോട് നോക്കേണ്ട മറ്റൊരു കാര്യം, ഒരു സ്ഥലത്ത് കൊള്ള നടക്കുകയാണ്, ഭഗവാന്റെ മുതൽ അടിച്ചുകൊണ്ടു പോവുകയാണ്. വിൽക്കുന്നതിന് മുമ്പായി അയാൾ പല ഉന്നതരുടെയും വീടുകളിൽ കൊണ്ടുപോയി പൂജിച്ച് അതിന് പണം വാങ്ങുന്നു. അതേസമയം തന്നെ ഇപ്പുറത്ത് ഗവൺമെന്റ് പമ്പയിൽ ആഗോള സംഗമം നടത്തുകയാണ്. ശബരിമലയിൽ നടന്ന കച്ചവടമുളയ്ക്ക് അറിഞ്ഞുകൊണ്ടാണ് ശബരിമലയെ വികസിപ്പിക്കാൻ നമ്മുടെ സർക്കാർ പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ സർക്കാരിന് ഇരട്ടത്താപ്പായിരുന്നോ ശബരിമലയുടെ കാര്യത്തിൽ? അത് നമുക്ക് അങ്ങനെ വ്യക്തമായി പറയാൻ പറ്റത്തില്ല. ശബരിമല വികസനത്തിന് വേണ്ടി അല്ല സംഗമം നടത്തിയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തായാലും അത് ഭക്തജനങ്ങളുടെ ഇടയിൽ, നാട്ടുകാരുടെ ഇടയിൽ ശബരിമലയുടെ വികസനത്തിന് വേണ്ടി വിളിച്ചു ചേർത്ത ഒരു സമ്മേളനം അതുണ്ടായി. അതിന് നേതൃത്വം കൊടുത്തത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. പക്ഷെ അത് ഫെസിലിറ്റി, അതിന് ചില സഹായങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് ചെയ്തു. അപ്പൊ അത് നടന്നു. ആ നടന്നതിന് സമാന്തരമായിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ അത് വിശദമായ അന്വേഷണത്തിന് വിധേയമായി. എന്നല്ലാതെ അത് തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാൻ തക്ക മതിയായ കാരണങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. ഈ ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ വ്യക്തമായ ഗൂഢാലോചന നടന്നുവെന്നും ആഗോള അയ്യപ്പ സംഗമത്തെ ഇകഴ്ത്തിക്കാട്ടാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞത് നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ പറ്റുമോ? കാരണം അയ്യപ്പ സംഗമം നടന്നത് കഴിഞ്ഞ മാസമാണ്. ഇത് 2019 നടന്ന സംഭവമല്ലേ? ഒരു നമ്മുടെ രാജ്യത്ത് ഭരിക്കുന്നവരുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുണ്ട്, അവരുടെ പ്രതിനിധികളുണ്ട്. അപ്പൊ അവരെല്ലാം അവരുടെ ദൃഷ്ടിയിലൂടെ അല്ലെങ്കിൽ അവരുടെ പൊതുബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് അഭിപ്രായം പറയുന്നത്. ആ അഭിപ്രായത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മളാരും ആളല്ല. ഇവിടെ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാളെ മനഃപൂർവ്വം ബോധപൂർവ്വം കൊണ്ടുപോയി ആളുകളെല്ലാം കൂടെ ചെയ്തു എന്ന് പറയാനും പറ്റില്ല. പക്ഷേ ചില ഉദ്യോഗസ്ഥന്മാരുടെ പിടിപ്പുകേട് കൊണ്ടോ അല്ലെങ്കിൽ ശ്രദ്ധക്കുറവ് കൊണ്ടോ ബോധപൂർവമായ പരിശ്രമം കൊണ്ടോ ഇങ്ങനെ ഒരു ദാരുണമായ നടന്നുകൂടാത്ത സംഭവങ്ങൾ നടന്നു. ഇനി അത് ഇപ്പോൾ അന്വേഷണത്തിൽ അത് പ്രാഥമികമായി ഡിറ്റക്ട് ചെയ്തു, കണ്ടെത്തി. അതിൻ്റെ വിശദമായ അന്വേഷണം ബഹുമാനപ്പെട്ട കോടതിയിൽ നടക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അതിനെപ്പറ്റിയുള്ള ഒരു വിവാദം ഉണ്ടാക്കുന്നത് ഉചിതമല്ല. എന്തായാലും ഒരു കാര്യം, അത് നമുക്കൊക്കെ ശരിയായ ബോധത്തിലേക്ക് കാര്യങ്ങൾ വരും എന്ന വിശ്വാസമുണ്ട്. ഈ സ്വർണ്ണപ്പാളി നൈട്രിക് ആസിഡിൽ ലയിപ്പിച്ച് വേർതിരിച്ചെടുത്തെന്നാണ് സ്മാർട്ട് ക്രിയേഷൻസ് ദേവസ്വം വിജിലൻസിന് നൽകിയ മൊഴി അനുസരിച്ച് 2019 വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ പാളി സ്മാർട്ട് ക്രിയേഷൻസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചു. പോറ്റി പറഞ്ഞതനുസരിച്ച് അത് നൈട്രിക് ആസിഡിൽ ലയിപ്പിച്ച് സ്വർണം വേർതിരിച്ചെടുത്തു. അതോടെ പാളി ഇല്ലാതായി. ഇത്തരത്തിൽ 1 കിലോ സ്വർണമാണ് പാളിയിൽ നിന്ന് വേർതിരിച്ചെടുത്തത്. അതിൽ 420 ഗ്രാം സ്വർണം കട്ടികളാക്കി പോറ്റിക്ക് കൈമാറി എന്നാണ് പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി. അതിൽ നിന്ന് 320 ഗ്രാം സ്വർണം സ്മാർട്ട് ക്രിയേഷൻസ് തന്നെ പണിക്കൂലി എന്ന നിലയ്ക്ക് എടുത്തുവെന്നും മൊഴിയിൽ പറയുന്നുണ്ട്. ബാക്കിയാണ് ചെമ്പുപാളിയിൽ പൂശിയത്. ഇതാണ് ശബരിമലയിൽ എത്തിച്ചത് എന്നാണ് ഭണ്ഡാരിയുടെ മൊഴി. ഈ ഒരു മൊഴി വിശ്വസിക്കാവുന്നതാണോ? നമ്മുടെ മുമ്പിലുള്ള വിഷയം ഒരു ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് മേൽ ഒരു പ്രാഥമിക അന്വേഷണം കഴിഞ്ഞ് ഒരു വിശദമായ അന്വേഷണം നടക്കുക. പക്ഷെ ഇതിനകത്തൊരു വസ്തുത, ഈ 1999 കൈമാറുകയും 98 അവസാനം ചെയ്യുകയും ചെയ്ത ഈ UB ഗ്രൂപ്പ് ഈ ഗോൾഡ് ഷീറ്റുകൾ ഒട്ടിച്ച് അമാൽഗമേറ്റ് ചെയ്ത ആ പ്രതലം അതിനകത്ത് പൂശാൻ പറ്റില്ല. അത് ഇളക്കിയെടുക്കാൻ വലിയ കഠിനമായ പ്രോസസ്സിങ് വേണം. അതിനാണ് ആസിഡ്, ഇപ്പം നൈട്രിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ലായനിയിൽ അത് മുക്കിയിട്ട് അത് ലയിപ്പിച്ചെടുത്ത് അതിൻ്റെ ചെമ്പ് തിരിച്ചെടുത്ത് അത് കഴിഞ്ഞ് ആ ചെമ്പിൽ പിന്നീട് പൂശു എന്നൊക്കെയാണ് പറയണത്.
അപ്പം അങ്ങനെയാണെങ്കിൽ തന്നെ അത് നല്ല കുറവ് വരാം. കാരണം ഈ മെർക്കൂറിക് പ്രോസസ്സിൽ ചെയ്യുന്ന ഗോൾഡ് അമാൽഗമേഷൻ ഇതിലൂടെ എടുക്കുന്ന സ്വർണം നമുക്ക് റിട്രൈവ് ചെയ്യാൻ അല്ലെങ്കിൽ തിരിച്ചെടുക്കാൻ ഇത്തിരി കഠിനമായ പരിശ്രമമാണ്. അങ്ങനെ തിരിച്ചെടുക്കുന്നതിലും വലിയ ലോസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ നമുക്കിപ്പോൾ പൂർണ്ണമായിട്ട് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. ഇതെല്ലാം തന്നെ നമ്മൾ വിശദമായ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തിൻ്റെ നിഗമനങ്ങൾക്കൊടുവിൽ ഈ സംശയങ്ങളൊക്കെ മാറിക്കിട്ടും. എന്തായാലും അത് സംഭവിച്ചിട്ടുണ്ട്, കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇപ്പോഴത്തെ ഈ ഒരു SIT അന്വേഷണത്തിൽ എല്ലാം തെളിയുമോ? INA മുതൽ കട്ടതാരെന്ന് കൃത്യമായി അറിയാൻ കഴിയുമോ? അതോ ഇനി CBI വരേണ്ടി വരുമോ എല്ലാം ചുരുളഴിക്കാൻ? വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ SIT അന്വേഷണത്തിൽ. കാരണം അത്ര സങ്കീർണമല്ല അത്. കാരണം SITയെ സംബന്ധിച്ച് അവരിപ്പോൾ നല്ല നല്ല പാതയിലാണ് സഞ്ചരിക്കുന്നത്. അവരത് ഇപ്പം അതിൻ്റെ ആളുകളെയൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടവരും അതിനെ സഹായിച്ചവരും ഒക്കെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെ പ്രത്യക്ഷമായും പരോക്ഷമായും ഇടപെട്ടവരാരാണ്, ആരൊക്കെയാണ് ഇതിനെ സഹായിച്ചത്, ആരുടെയൊക്കെ ആർക്കൊക്കെ കണ്ണടച്ചു കൊടുത്തിട്ടുണ്ടൊക്കെ ഏകദേശമൊക്കെ പ്രാഥമിക അന്വേഷണത്തിൽ വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പം അത് ബോധ്യപ്പെടും എന്നാണ് പറയാനുള്ളത്.